ഹായ് കൂട്ടുകാരെ, ഇന്നെന്താ പറയാൻ പോകുന്നതെന്നറിയാവോ? ഇന്നാണെങ്കിലേ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വിളിച്ചിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ, എന്നോട് പുള്ളിക്കാരത്തി ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫ്രീസറിനകത്തുനിന്ന് ശരിക്കും ഐസ് നന്നായിട്ട് കട്ടി പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം, അതായത് ഫിഷോ മീറ്റോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അതെടുത്തിട്ട് നമുക്ക് ഓവനകത്ത് വെച്ചിട്ട് നമുക്കത് മെൽറ്റ് ചെയ്ത് നമുക്കതൊന്നും ജസ്റ്റ് ഒന്ന് പീസാക്കി മാറുന്ന പോലെങ്കിലും ആക്കിയെടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് കുഴപ്പമുണ്ടോ? ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരുമെന്ന്. അപ്പം ഞാൻ ആദ്യം ചിന്തിച്ച് എന്താണെന്നറിയാമോ, നമ്മൾ മീനൊക്കെ മസാല പുരട്ടിയിട്ട് അരച്ച് പുരട്ടി വെക്കുമല്ലോ വറക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് ചിലപ്പോൾ നമ്മൾ രാവിലെ ധൃതിക്കിടയിൽ വെളിയിൽ വെക്കാൻ മറന്നു പോകും. പെട്ടെന്ന് എണ്ണ എടുത്ത് അടുപ്പിൽ ഒഴിക്കുമ്പോഴായിരിക്കും ഓർക്കുന്നത് ഫ്രീസറിൽ ഇരിക്കുവാണല്ലോ എന്ന്. അന്നേരം അങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെ ഞാൻ ഈ മസാല പുരട്ടിയ മീൻ ഇതുപോലെ ഓവനകത്ത് വെച്ചിട്ട് പെട്ടെന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് എണ്ണയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. അന്നേരം ഞാൻ അതാന്ന് വെച്ചിട്ട് പറഞ്ഞു, പറ്റും, കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി നേരം ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചതല്ലായിരുന്നു. അതായത് ഫ്രീസറിൽ നമ്മൾ പച്ചയ്ക്ക് മീനൊക്കെ വെട്ടി കഴുകി വെക്കുമല്ലോ, കണ്ടെയ്നറിനകത്തൊക്കെ നമ്മളാക്കി വെക്കും. അതായത് പീസാക്കി കഴുകി വൃത്തിയാക്കി വെക്കും. അത് നമ്മൾ രാവിലെ കറി വെക്കണമെന്നൊക്കെ ഓർത്ത് ചാറെല്ലാം തിളച്ച് കഴിയുമ്പോഴായിരിക്കും ഫ്രീസറിൽ നിന്ന് എടുത്തില്ലല്ലോ എന്ന്. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഈ ഓവനകത്ത് വെച്ച് നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റുമോ, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഐസ് മാറി ഒന്ന് അലിഞ്ഞിട്ട് നമുക്ക് കറി വെക്കാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു, അത് നമ്മൾ ചിന്തിച്ചപ്പോൾ തന്നെ അതെന്തോ ഒരു പച്ച മീനിൻ്റെ മാംസമൊക്കെ ഓവനകത്തിരുന്നിട്ട് ഒരു ഇത് വരുമ്പോഴത്തേന് വേറൊരു സ്മെല്ലായിരിക്കും വരുന്നതെന്ന് ഞാനിങ്ങനെ എൻ്റേതായ ഒരു ഐഡിയയിൽ ഞാനിങ്ങനെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഈ അന്നന്ന് കുക്ക് ചെയ്ത് കഴിക്കുന്ന, പാചകം ചെയ്ത് കഴിക്കുന്ന ആഹാരത്തിൻ്റെ ടേസ്റ്റ് എന്തുവാന്ന് പറഞ്ഞാലും നമുക്ക് ഈ അല്ലാതെ കിട്ടത്തില്ല. നമ്മൾ ഏത് സാധനം ഇനിയിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഓവനകത്ത് വെച്ചിട്ട് മെൽറ്റ് ചെയ്തിട്ട് എണ്ണയ്ക്കകത്തിട്ട് വറക്കുമായാലും അല്ലാതെ കറി വെക്കുമായാലും എന്തോ ചെയ്തെന്ന് പറഞ്ഞാലും ആ ഒരു ടേസ്റ്റ് നമുക്കൊന്നിനും ശരിക്കും പറഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ മിക്കവാറുമുള്ള വീട്ടിലെല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും ജോലിയായിരിക്കും, ഹസ്ബൻഡും വൈഫിനും ജോലിയായിരിക്കും, മക്കൾക്കും എല്ലാം ജോലിയായിരിക്കും, മരുമക്കൾക്കും എല്ലാം. ആ സമയത്ത് നമുക്ക് അന്നന്ന് കുക്ക് ചെയ്ത് കഴിക്കാനൊന്നും ഉള്ളൊരു സമയം കിട്ടുന്നില്ല മനുഷ്യർക്ക്. കാരണം എല്ലാവരും ബിസിയാണ് അവരുടെ ലൈഫെന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടിയിട്ട് ഓഫീസിൽ പോകാനോ എന്തെങ്കിലുമൊക്കെ അവരുടേതായ ജോലികളിൽ ഏർപ്പെടാനൊക്കെ ആയിരിക്കും എല്ലാവരും ഇച്ചിരി സമയം കണ്ടെത്തുന്നത്. പക്ഷേ നമ്മൾ ഈ അന്നന്ന് ചെയ്ത് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് എന്തോ ചെയ്താലും നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമ്മുടെ ജീവിത സാഹചര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മളിതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പൊരുത്തപ്പെട്ട് നമ്മൾ പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ പിന്നെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പിടിച്ചു. പിന്നെ നമ്മൾ എവിടെയെങ്കിലും വിരുന്ന് ചെല്ലുമ്പോൾ ഈ അന്നന്ന് അല്ലെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതോ അല്ലെ നമ്മുടെ വീട്ടിൽ തന്നെ അന്നന്ന് നമുക്കൊരു അവധി കിട്ടുമ്പം കുക്ക് ചെയ്യുന്ന ഒരു ടേസ്റ്റ് ചെല്ലുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഇത് ഇത്ര ദിവസം ഫ്രിഡ്ജിലിരിക്കുക, നമ്മളത് ചൂടാക്കി കഴിക്കുക, നമുക്ക് തന്നെ അറിയാം ആ ഒരു ചൂടാക്കുമ്പോഴുള്ള മണം തന്നെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നാൽ നമ്മൾ ഇതിനോട് പൊരുത്തപ്പെട്ടത് കൊണ്ട് നമുക്കതിൻ്റെ ഒരു ഇതൊന്നും തോന്നത്തില്ല കേട്ടോ. നമ്മൾ ആ ഒരു ശീലമായി അങ്ങ് പോയില്ലേ. പക്ഷേ നമ്മൾ അന്നന്ന് ചെയ്യുന്ന ഒരു ടേസ്റ്റ് ഒന്നിനും ഒരിക്കലും ഇങ്ങനെ കിട്ടത്തില്ല. ഏത് ഫുഡാന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രത്യേക രുചി തന്നെ ആ ഒരു അന്നന്ന് നമ്മൾ ചെയ്ത് കഴിക്കുന്നൊരു ടേസ്റ്റ്. അപ്പം ഞാൻ ആ ഓവനകത്ത് മെൽറ്റ് ചെയ്യുന്ന കാര്യം എനിക്കത് അറിയാത്തതുകൊണ്ട് ഞാനതിന് ഉത്തരം കൊടുത്തില്ല. കാരണം ആ ഒരു പച്ചമാംസം ഓവനകത്ത് വെച്ചിട്ട് മീനൊക്കെ ആയാലും പച്ചയ്ക്കുള്ളത് അതിൻ്റെ ഐസ് മാറ്റാൻ അതിനകത്ത് ശ്രമിച്ചാൽ ആ ഒരു സ്മെല്ല് നിൽക്കുമെന്നാണ് എൻ്റെ ഒരു ചിന്ത. അതേസമയം മസാല പുരട്ടിയ മീനാണെങ്കിൽ ആ ഒരു പ്രശ്നം വരത്തില്ല. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. മറ്റേതിൻ്റെ റിസൾട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അന്നന്ന് ചെയ്യുന്ന ആ ഒരു ആഹാരം പാചകം ചെയ്ത് കഴിക്കുന്ന ടേസ്റ്റ് ഒരിക്കലും ഒന്നിനും നമുക്ക് കിട്ടത്തില്ല. പക്ഷേ നമുക്കിപ്പോൾ സമയവുമില്ല, അതാണ് രസം. അപ്പം ശരിയെങ്കിൽ പിന്നെ കാണാമേ.